കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി MS. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ശ്രീലക്ഷ്മി MS ആണ്. എന്റെ കഥ ഇന്ന് ആരംഭിക്കുന്നത് കിഴക്കേ കല്ലടയിൽ നിന്നാണ്. 3 വർഷത്തിനിടയിൽ മുഖത്ത് 5 ശസ്ത്രക്രിയകൾ നടത്തി ക്യാൻസർ എന്ന മഹാമാരിയെ ആത്മവിശ്വാസം കൊണ്ട് തോൽപ്പിച്ച് അതിജീവനം നടത്തിയ വിനോദ് ടൈറ്റസിന്റെ വീട്ടിലേക്കാണ് നമ്മളുടെ യാത്ര. ഒരു 22 വയസ്സുകാരന്റെ ജീവിതത്തിൽ നടന്ന ആ മഹാമാരിയുടെ കഥ ഇന്ന് 41 വയസ്സിലെത്തി നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ പ്രചോദനമാകുന്നുവെന്ന്. ഞാൻ കൊട്ടിയം CFTTയിൽ TTCക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മുഖത്ത് നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു തടിപ്പ് പ്രത്യക്ഷപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ സർജറിക്ക് വിധേയനാകണമെന്ന് നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർജറി കഴിഞ്ഞു. പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് പോയി. എങ്കിൽ അതിൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴാണ് അത് എത്രമാത്രം ഗൗരവകരമായിരുന്നു എന്ന് മനസ്സിലായത്. അന്ന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് TTCക്ക് 2006 സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദിനെ RCCയിൽ ചികിത്സിച്ചിരുന്ന ഡോക്ടർ എലിസബത്ത് പറയുന്നത് കേൾക്കാം. ഞാൻ ഡോക്ടർ എലിസബത്ത് മാത്യു, റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ ഹെഡ് ആൻഡ് നെക്ക് സർജറിയിലെ ഡോക്ടറാണ്. RCCയിൽ ചികിത്സയ്ക്കായിട്ട് വന്ന് എന്നാൽ ഇപ്പോൾ അസുഖത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി മുക്തി നേടിയ വിനോദ് എന്നൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. 2006 മുഖത്തെ പേശിയിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമറുമായിട്ടാണ് വിനോദ് RCCയിലെ OPയിൽ വരുന്നത്. അതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളായിരുന്നു ചികിത്സാ രീതി. പക്ഷേ നിർഭാഗ്യവശാൽ അത് 1-2 പ്രാവശ്യം ചെയ്തിട്ടും പിന്നെയും വരികയും അങ്ങനെ അവസാനത്തെ ഓപ്പറേഷനോടുകൂടി ഞങ്ങൾക്കത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാനായിട്ട് സാധിച്ചു. ഓപ്പറേഷൻ കൂടാതെ റേഡിയേഷനോ കീമോയോ ഒന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ അദ്ദേഹം അസുഖത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തി നേടി. മുഖത്തെ ഒരു പാടൊഴിച്ചാൽ അദ്ദേഹത്തിന് വേറെ മറ്റൊരു തര ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായി കുടുംബമായിട്ട് ഉദ്യോഗമൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ചികിത്സയുടെ ബുദ്ധിമുട്ടുകളും ക്യാൻസർ സെൻ്ററിലെ ആശുപത്രിവാസവും ഒക്കെയായിട്ട് ബുദ്ധിമുട്ടിയെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ ഉയരാനും ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും കുടുംബമായിട്ടൊക്കെ ജീവിക്കാനും സാധിക്കുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ക്യാൻസർ എന്ന രോഗം മൂലം പല സ്ഥലങ്ങളിൽ നിന്നും അവഗണനയും വിനോദിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ സർജറി കിടക്കുമ്പോഴാണ് വീട്ടിൽ തൊഴിൽ വാർത്തയൊക്കെ വരുത്തുമായിരുന്നു, ജോലി എന്നുള്ള മോഹവുമായിട്ട്. അപ്പോൾ തൊഴിൽ വാർത്തയിൽ ഞാൻ B.Edന് എൻട്രൻസ് വിളിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അതിന് അപ്ലൈ ചെയ്തു. അപ്പം ഈ സർജറിയിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ കാറിൽ ഒറ്റയ്ക്ക് ഇവിടെ കൊല്ലത്ത് വന്നിട്ടുണ്ട് B.Edൻ്റെ എൻട്രൻസ് അറ്റൻഡ് ചെയ്യുന്നത്. ഉന്നത റാങ്ക് നേടാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് തന്നെ സർക്കാർ കോളേജിൽ അഡ്മിഷൻ കിട്ടി. TTCക്കാട്ടിയും വളരെ ചെറിയ തുക മാത്രമേ B.Edന് വേണ്ടി വന്നുള്ളൂ. ചിലരൊക്കെ ചോദിച്ചു, പാസ്വേർഡൊക്കെ ഇരിക്കും, ഇനി TTC കഴിഞ്ഞില്ല, ഇനി വീണ്ടും B.Edനൊക്കെ പോകണോ എന്ന്. പക്ഷേ പഠിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് വീണ്ടും B.Edന് ചേർന്ന്. ക്യാൻസർ എന്ന രോഗം മൂലം പല സ്ഥലങ്ങളിൽ നിന്നും അവഗണനയും വിനോദിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആരോടെയും ഇത് ക്യാൻസർ ആണെന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം അന്ന് സമൂഹത്തിൽ ക്യാൻസർ രോഗി എന്ന് പറയുന്നവനൊരു വെറുക്കപ്പെട്ടവനെന്നുള്ള ഒരു ചിന്തയായിരുന്നു.
കാരണം അവനെ കൊണ്ടൊന്നും കഴിയില്ല. എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു തോന്നലായിരുന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു വിനോദിന്. കാരണം നാളെയുടെ പുലരി തനിക്കുണ്ടോ, അങ്ങനെ പല ചിന്തകൾ ഒരു 22-കാരൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ട്. എൻ്റെ 22-ാമത്തെ വയസ്സിലെ പക്വതയും അനുഭവവും വെച്ചുകൊണ്ട് എനിക്ക് അത്രമാത്രമേ അറിയത്തുള്ളായിരുന്നു. ഞാനും കരുതി ഇനി 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പല മരണങ്ങൾ കേൾക്കുമ്പോൾ വീട്ടിൻ്റെ ഇവിടെ ഞാനും ഇങ്ങനെ ഒരു ദിവസം മരിച്ചു കിടക്കേണ്ട ഒരവസ്ഥ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് പലപ്പോഴും വിഷമങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും പള്ളികളിൽ മരണിച്ചിങ്ങനെ കിടക്കുന്നതായിട്ടും ചുറ്റും ബന്ധുക്കളും സഹോദരങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ടും ഒക്കെ നിരന്തരം ദൈനംദിന സ്വപ്നം കണ്ടുകൊണ്ടുകൊണ്ട് പിന്നെ RCCയും വീടുമായിട്ടുള്ള നിരന്തര യാത്രയാണ്. എല്ലാ മാസവും ചെക്കപ്പിന് പോകണം. ആ സമയത്തും ഞാൻ ഇതേ കണക്ക് എൻ്റെ കൂടെ PSCയുടെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പഠിക്കുമായിരുന്നു. കാരണം യുവാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത വീടാണ്. അപ്പോൾ എനിക്കൊരു ജോലി വേണം. നാട്ടിൻ പുറത്ത് എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൊക്കെ ജോലി മേടിക്കുന്നു. അപ്പോൾ ഞാനും രോഗിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല, എനിക്ക് അവരോടൊപ്പം എത്തിച്ചേരണമെന്നുള്ളൊരു ആവേശത്തിൽ. അപ്പോൾ ഇപ്പം കോട്ടയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ശരിക്കും പറഞ്ഞാൽ വിനോദ്. അത് വലിയൊരു നേട്ടമാണ്. ഈ പറയും പോലെ ഈ ഒരു രോഗം ഒരിക്കലും മനസ്സിനെ തളർത്താതെ ആ സമയത്ത് തന്നെ പഠിച്ച് നല്ലൊരു തൊഴിൽ, അതൊരു സർക്കാർ ഉദ്യോഗം, ഇന്നെല്ലാവരും കൊതിക്കുന്ന ഒരു ജോലിയാണ്. അത് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന സാഹചര്യങ്ങൾ 22 വയസ്സിൽ നിന്നും തുടങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പഠിക്കാനാണെങ്കിലും ഈ രോഗവുമായി ഒരുപാട് മലയിട്ടു. ഭയന്നു പോയ ഒരു നിമിഷം എന്നായിരുന്നു, എപ്പോഴായിരുന്നു? ഞാൻ RCCയിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കൊല്ലംകാരനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുമായിട്ട് മടങ്ങി ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ആ വ്യക്തിക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവരെ കെട്ടിക്കാനുള്ള സാമ്പത്തികം എടുത്താണ് ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. നമ്മളെയൊന്നും ഈ രോഗത്തിൽ നിന്നും തിരിച്ചു കയറ്റാൻ പറ്റത്തില്ല, അവരുടെ വിവാഹവും മുടങ്ങും. ആ വ്യക്തി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ട്രെയിനോടൊപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്ത് വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ കൊല്ലം എത്തുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹം ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഭയങ്കരമായിട്ട് മനസ്സിനെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞ സംഭവമാണെന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലും പയ്യെ പിടിമുറുക്കി തുടങ്ങി, ഈ രോഗത്തിൽ നിന്ന് ഞാനും മുക്തി നേടത്തില്ല. കാരണം ഈ സമയമായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊക്കെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി തകർന്നു പോയി. കാരണം പലപ്പോഴും എൻ്റെ ബന്ധുക്കൾ പോലും ചോദിച്ചു, അങ്കിളിൻ്റെ ആൻറ്റിയുടെയൊക്കെ പൈസ തീർക്കാൻ വേണ്ടി ജനിച്ചവനാണെന്ന് പോലും. 5 ശസ്ത്രക്രിയകളായിരുന്നു വിനോദിൻ്റെ മുഖത്ത് ചെയ്തത്. 3 വർഷം കൊണ്ട് 5 മേജർ ശസ്ത്രക്രിയ അടക്കം ചെയ്തു. ഈ സമയം വിനോദ് നേരിട്ട മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും വളരെ വലുതായിരുന്നു. ശവമായിട്ട് തന്നെയാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോലും കിടക്കുന്നത്. കാരണം ഒരു മൂക്കിൽ കൂടി വേസ്റ്റ് വലിച്ചെടുക്കാനുള്ള ട്യൂബും മറ്റൊരു മൂക്കിൽ കൂടി ഓക്സിജൻ്റെ ഒരു ട്യൂബും ആയിട്ടാണ് നമ്മൾ കിടക്കുന്നത്. വായിലെല്ലാം പഞ്ഞിയും കോട്ടണമൊക്കെ വെച്ചിട്ട് അങ്ങനെ മൂടിക്കെട്ടി അങ്ങനെ അവിടെ ഒരു ചെറിയ ട്യൂബ് എന്തോ ഉണ്ട് ലിക്വിഡായിട്ടുള്ള വലിച്ചെടുക്കാനായിട്ടുള്ള. പിന്നെ ഒരു കയ്യിലെന്നെങ്കിൽ നമ്മൾ ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്, മറ്റേ കയ്യിൽ ബ്ലഡ് നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള ട്യൂബ് ഇട്ടിരിക്കുകയാണ്. നമ്മൾക്ക് അവിടെ നിന്ന് ഈ സർജറി കഴിഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഈ ICUയിൽ കിടക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലാകുമ്പോഴത്തേക്ക് ഈ പല രോഗികളും മരിച്ചു കൊണ്ടുപോകണം ഞാനെ കാണും. അപ്പം ഞാനും ഇന്നത്തെ പ്രഭാതം കഴിഞ്ഞു, ഇനി നാളത്തെ ഞാനാണോ എന്നൊരു ചിന്തിച്ച്. എവിടെയാണ് ഒരു പ്രതീക്ഷ കയ്യിലേക്ക് പക്ഷെ വന്നത്? ഏത് സാഹചര്യത്തിലായിരുന്നു എനിക്ക് ഇനി ജീവിതമുണ്ട് എന്ന് തോന്നിയിരുന്ന ഒരു നിമിഷം? അതെ, ഞാൻ ഈ ഫോളോ അപ്പിന് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ എലിസബത്ത് മാത്യു പിന്നെ ഡോക്ടർ ഇങ്ങനെ പറയും, വിനോദ് പഠിക്കണം, ജോലിയൊക്കെ മേടിക്കണം എന്നൊക്കെ പറയും, വിവാഹ ജീവിതമൊക്കെ നയിക്കണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, എൻ്റെ മുഖത്ത് നല്ല ഒരു സൈഡ് കൊണ്ട് പാടാണ്, അപ്പോൾ ചിരിക്കുമ്പോൾ പലപ്പോഴും എന്നെ പലരും കളിയാക്കാറുണ്ട്. ഞാൻ ഇവിടുത്തെ വെയിൻസൊക്കെ കട്ട് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് ചിരിക്കുമ്പോൾ 2 ചിഹ്നം മുഖത്ത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ സർജറി ചെയ്ത് കുറച്ചുകൂടെ ഡെവലപ്പ് ആകും. നേരത്തെ ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പലപ്പോഴും ഒരു കളിയാക്കൽ ഞാനും. കാരണം ഒരു ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അത് അവിടെ തീർന്നു. മറിച്ച് ഇത് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ഇപ്പം എങ്ങനെ ഉണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒറ്റ മറ്റൊരാളുടെ സഹതാപം ഒരിക്കലും വിനോദ് ആഗ്രഹിച്ചിരുന്നില്ല. അതെ, ശരിക്കും എന്നോടിപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്, എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ശബ്ദത്തിൽ പോലും മനസ്സിലാവാത്തത് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മധൈര്യമാണ്. ഒരുപക്ഷെ കടന്നുപോയ ദിനങ്ങൾ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് കണ്ണിൽ നിന്നും ഈ കണ്ണുനീർ വരുന്നത്. ഇപ്പോൾ 17 വർഷം പിന്നിട്ടിരിക്കുന്നു.
ഇപ്പോൾ നല്ലൊരു തൊഴിൽ കിട്ടി, നല്ലൊരു കുടുംബം, കുട്ടികളൊക്കെ ഉണ്ടായി. അന്ന് പലപ്പോഴും എൻ്റെ മനസ്സിലും ആത്മഹത്യ ഓടിയെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഈ ക്യാൻസർ രോഗം മൂലമാണ് ഞാനിന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. ഞാൻ RCCയിൽ ചെല്ലുമ്പോൾ കണ്ട ഒരു ഭയങ്കരമായൊരു കാഴ്ചയുണ്ട്. 2.5 വയസ്സും 3 വയസ്സുമുള്ള കുട്ടികൾക്ക് ബ്ലഡ് ക്യാൻസറായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം അന്ന് ആ കുട്ടികളെ കാണുമ്പോൾ അവരുടെ അമ്മമാർ പറയുന്നുണ്ടെന്നുണ്ട്, മോൻ്റെ അടുത്ത് പറഞ്ഞാലും അസുഖമാണെന്ന് പറയാം, അല്ലെ മോനത് മനസ്സിലാകും. ഈ 2.5 വയസ്സുള്ള കുട്ടി വയ്യാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് അവിടെ ഓടിച്ചാടി കളിക്കണം, അങ്ങനെ കളിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ അവർക്ക് വിടാൻ ഭയമാണ്. ക്യാൻസർ എന്ന രോഗം പിടിപെട്ടതോടെ വിനോദിനെയും വേട്ടയാടിയ പ്രശ്നങ്ങൾ ധാരാളമായിരുന്നു. പ്രത്യേകിച്ചും ഒരു കുടുംബജീവിതം തനിക്കുണ്ടാകില്ല എന്നുള്ളത് തന്നെയായിരുന്നു വിനോദിന്റെ വിശ്വാസം. ഞാൻ ഡോക്ടറോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ക്യാൻസർ രോഗിക്ക് എവിടുന്നാണ് ഡോക്ടറെ പെണ്ണ് കിട്ടുന്നെന്ന്. കുടുംബത്തിന്റെ ശാപം മൂലമാണ്, അല്ലെ അവൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്നൊക്കെ ഒരു കാഴ്ചപ്പാടുകളും അസുഖത്തെ അങ്ങനെ ഒരു തരത്തിൽ കാണുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ പറയുന്നില്ലേ, RCCയിലെ കാഴ്ചകൾ കണ്ടിട്ടുള്ളവർക്ക്, അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഏറെ വേദന നൽകുന്നതാണ്. നമ്മളെ മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മളൊരു മനുഷ്യനാവുന്ന ചിലപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ്. ഈ പറഞ്ഞ പോലെ 2 വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം, എന്ത് പറയും, നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണത്. അതെ അതെ അതെ. കാരണം ആദ്യകാലങ്ങളിൽ ഈ മുഖത്തിന്റെ പാടുമൂലം ഞാൻ സമൂഹത്തിൽ ബന്ധുക്കളെ പോലും കാണാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം വൈരൂപ്യമാക്കപ്പെട്ട മുഖം ആണല്ലോ ഒന്നുകൊണ്ട്. കാരണം ആദ്യത്തെ സർജറി കഴിഞ്ഞപ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു, ഈ രോഗം വന്ന് സർജറിയോടെ എല്ലാം ഭേദമാകുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് വീണ്ടും സർജറി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് ഇതാവും. അങ്ങനെ തുടർച്ചയായിട്ടൊരു 5 സർജറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം തീർന്നുപോയി എന്നാണ് ധരിച്ചത്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ് ഫയർഫോഴ്സിലെ, ഒരുപാട് അനുഭവം അവിടെ ഉണ്ടാവും. ഇപ്പൊ പലരും ചോദിച്ചിട്ടില്ലേ ഈ മുഖത്തെ പാടിന്, ഒറ്റ വാക്കിലാണല്ലേ ഉത്തരം കൊടുക്കുന്നത്, ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ഹാപ്പിയാണ്, ഈ ഒരു ഇത് പ്രശ്നമല്ല, ഹാപ്പിയാണ്. വിനോദ് എന്ന തന്റെ വിദ്യാർത്ഥിയെ ഓർക്കുകയാണ് അധ്യാപിക. കൊട്ടിയം CFTTIയിൽ വിനോദ് ടൈറ്റസ് പഠിച്ചിരുന്ന കാലയളവിൽ അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്ന സോഫിയ ടീച്ചറാണ് ഞാൻ. അന്ന് അധ്യാപകരുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു വിനോദ്. TTIയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിരുന്ന മിടുക്കനും ശാന്തനുമായ വിദ്യാർത്ഥി. തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ ഒന്നും വകവയ്ക്കാതെ ഊർജ്ജസ്വലനായ ഒരു ജീവൻ രക്ഷാ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ് ഇന്ന് ആലുവ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ വിനോദ് ടൈറ്റസ്. ക്യാൻസറിൻ്റെ പിടിയിലമർന്ന് വേദന കൊണ്ട് പുളയുമ്പോഴും മനോധൈര്യം വീണ്ടെടുത്ത് ജീവിതത്തെ സ്നേഹിക്കുവാനും മുന്നോട്ട് പഠിക്കുവാനും ദൈവാനുഗ്രഹത്താൽ ഈ മകന് സാധിച്ചു. എന്നും ദൈവത്തിൻ്റെ കരം വിനോദിൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിനോദിനെ പോലെ ഒരാൾ ഇത് സമൂഹത്തിന് ഇന്ന് താങ്ങും തണലുമായി മാറുകയാണ്. പല അപകടഘട്ടങ്ങളിലും പലർക്കും താങ്ങാവുകയാണ്. അങ്ങനെയുള്ള ഒരനുഭവം ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റും? ഞാൻ ഫയർ സർവീസിൽ 2014 സർവീസ് കയറുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ 22 വയസ്സുള്ള ഒരു യുവാവ് വീട്ടിൽ നിന്ന് ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട ബൈക്ക് മേടിച്ച് നൽകുന്നതിന് ട്രെയിനിൻ്റെ മുന്നിൽ ചാടുകയുണ്ടായി. അപ്പോൾ ആ യുവാവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീൻ ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവൻ്റെ ഒരു കാല് അറ്റുപോയ റെയിൽവേ പോലീസ് കവറിൽ കെട്ടിത്തന്നത് കൊണ്ട് മറ്റേ കാല് മുറിഞ്ഞു തൂങ്ങുകയാണ്. ആ ആംബുലൻസിൽ കിടന്നുകൊണ്ട് സാർ എനിക്ക് വെള്ളം വേണോ, അവൻ വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ അവൻ സാറേ എൻ്റെ കാലിന് രക്ഷപ്പെടുമോ, എനിക്ക് ജീവിക്കാൻ പറ്റുമോ, ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട് ആശ്വസിപ്പിച്ച്. അപ്പം അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ഇവൻ വേദന കൊണ്ട് പുളയുകയാണ്. അപ്പം ഡോക്ടർ പറയുന്നത് കൂടെ വന്നവരാരെങ്കിലും വരുവാനായിട്ട്. കാരണം ആ സമയത്ത് അവൻ്റെ ബന്ധുക്കളോ സഹോദരങ്ങളോ ആരുമില്ല. അവൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫയർഫോഴ്സുകാരാണ്. മംഗലാപുരം ഹോസ്പിറ്റലിൽ ഇവനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവനെ ഒരു കാലെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും, നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ പോലീസ് എസ്കോർട്ട് പോലീസ് പോകുന്നു. തൊട്ട് പറയുന്ന ആംബുലൻസുമായിട്ട് 2014 ചേറിപ്പാഞ്ഞ് പോകുമ്പോൾ ആ ആംബുലൻസിൽ വെച്ച് ഉള്ള കുറേ രംഗങ്ങളുണ്ട്, സിനിമയിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മറക്കാനാകാത്തൊരു അനുഭവമാണ്. നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ നമ്മൾ ചെക്കഞ്ഞു പോയി രക്ഷപ്പെട്ടോ, അതിനെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒരിക്കലും തിരക്കാറില്ല.
സ്വന്തം ജീവിതം അപകടാവസ്ഥയിലായിരുന്നു. അതിൽ നിന്നും കരകയറിയപ്പോൾ പിന്നീട് നിരവധി പേരെ രക്ഷപ്പെടുത്താനുള്ള, അപകടത്തിൽ നിന്നും കരകയറ്റാനുള്ള ഒരു തൊഴിൽ ദൈവം ശരിക്കും അറിഞ്ഞ് കയ്യിൽ തരികയായിരുന്നു. അതിന്ന് വളരെ മനോഹരമായിട്ട് ആത്മാർത്ഥമായി ഇത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അധികം ആർക്കും തന്നെ കിട്ടാത്തൊരവസരം. പോലീസിൻ്റെ ലിസ്റ്റിനകത്തൊക്കെ വന്നു, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, അതിനെ ഉപേക്ഷിച്ച്. രണ്ടാമത് ഞാൻ ഫയർഫോഴ്സിൽ എനിക്ക് ജോലി വന്നപ്പോൾ ഞാനിത് നേടിയേ പറ്റൂ, ഇത് എനിക്ക് ചെയ്ത് കാണിക്കണം. സഹപ്രവർത്തകർ പോലും ഈ അടുത്ത സമയത്താണ് ഞാനിങ്ങനെ ഒരു അതിജീവന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നത് പോലും അറിയുന്നത് പോലും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു കഥ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ് വിനോദ് ടൈറ്റസ് നമ്മളുമായി പങ്കുവച്ചത്. ക്യാൻസർ എന്ന മഹാമാരി ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന നിലയിലേക്ക് എത്തുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. വിനോദവും അതിനുള്ള ഒരു ഉദാഹരണം നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തു. പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് വിനോദും. പക്ഷേ എന്തോ അതെല്ലാം ആ സാഹചര്യത്തെയും അതിജീവിച്ചു. ഇനി ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സാഹചര്യമാണ് ആത്മഹത്യ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകേണ്ട വ്യക്തി കൂടിയാണ് വിനോദ് ടൈറ്റസ്. കമന്റ് റേഡിയോ ബെൻസിഗർ അതിന് താങ്കളോട് നന്ദി പറയുന്നു. ജീവിതം ഇനി ഒരുപാട് മുന്നോട്ടുള്ളപ്പോൾ ഒരുപാട് പേർക്ക് സാന്ത്വനമാകാനും രക്ഷകനാകാനും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ജീവിതത്തിൽ പ്രത്യാശ വയ്ക്കുക. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. രോഗത്താൽ വിഷമിക്കുന്നവരും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 9890-13311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എൻ്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി MS.